ഇവിടെ നിന്ന് നോക്കിയാൽ നമ്മൾ നേരെ കാണുന്നത് ചാക്ക ജംഗ്ഷനാണ് കേട്ടോ. അതേ കാണുന്നത് ചാക്ക ജംഗ്ഷൻ, അതിൻ്റെ മേളിലുള്ള മേൽപ്പാലമൊക്കെയാണ്. അതായത് നമ്മുടെ തിരുവനന്തപുരം ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ നിന്നും പേട്ട റെയിൽവേ സ്റ്റേഷനിൽ നിന്നൊക്കെ ഈക്വൽ ഡിസ്റ്റൻസാണ് ഇതാ ഈ ഒരു സ്പോട്ടിലേക്ക് വരുന്നത്. അതായത് നമ്മളെ ചാക്ക ജംഗ്ഷനിൽ നിന്ന് പേട്ടയിലേക്ക് പോകുന്ന വഴി ഏകദേശം ഒരു 300 മീറ്റർ വരുമ്പോഴത്തേക്കും ഇടതുവശത്തായിട്ട് എസ് എൻ നഗർ എന്ന് പറഞ്ഞൊരു ബോർഡ് കാണാം. ഇതിനകത്തേക്ക് നമുക്കൊരു ഏകദേശം ഒരു 160-170 മീറ്റർ അത്രയും പോയാൽ മതി നമ്മുടെ പ്രോപ്പർട്ടിയിലേക്ക് എത്താൻ. ടോട്ടലായിട്ട് 7.3 സെൻറ്റ് വീട്ടിലൊരു ഹൗസ് പ്ലോട്ട് വിൽപ്പനയ്ക്ക് വന്നിട്ടുണ്ട്. നേരിട്ട് ഓണറുമായിട്ടുള്ള ഡീലാണ്. താല്പര്യമുള്ളൊരു വീഡിയോ പൂർണ്ണമായിട്ടും കണ്ടിട്ട് നേരിട്ട് ഇതിൻ്റെ ഉടമയെ വിളിച്ച് ബാക്കി ഡീലാക്കാവുന്നതാണ്. എസ് എൻ നഗറിനകത്ത് കയറി വന്ന് ലെഫ്റ്റിലേക്ക് കാണുന്ന ആ റോഡാണ് കേട്ടോ. അതായത് നമ്മുടെ പ്രോപ്പർട്ടിയിലേക്ക് ഏകദേശം ഒരു 150 മീറ്ററാണ് ഡിസ്റ്റൻസ് വരുന്നത്. ഈ റോഡ് ഇങ്ങനെ വന്ന് ഇവിടെ എൻഡായി വലത്തോട്ട് തിരിയുന്നത് നമ്മുടെ പ്ലോട്ടുകളാണ് കേട്ടോ. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് 3 പ്ലോട്ട് ഉണ്ടായിരുന്നു, 2 എണ്ണം ഓൾറെഡി സെയിലായി. ഇനി നമുക്ക് ഒറ്റ പ്ലോട്ടാണ് ബാക്കിയുള്ളത്. ഈ രീതിയിൽ നമുക്ക് വഴി നീറ്റാക്കി ചെയ്തിട്ടുണ്ട്. ഫുള്ളായിട്ട് ഇൻ്റർലോക്ക് ചെയ്തിട്ടുള്ളതാണ്. ടോട്ടലായിട്ട് 7.3 സെൻറ്റാണ് നമുക്ക് വരുന്നത്. ഈ 2 പ്ലോട്ടുകളും ഓൾറെഡി സെയിലായതാണ്. ഇതിൻ്റെ ചുറ്റുവട്ടം നോക്കി എല്ലായിടത്തും ഒത്തിരിയധികം വീടുകളെല്ലാം ഉള്ള നല്ലൊരു പ്രൈം ലൊക്കേഷനാണ്. പ്രൈം ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ പോരാ, അത്രയും പ്രീമിയം ലൊക്കേഷനാണ് കേട്ടോ. കാരണം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എയർപോർട്ടിനോട് വളരെ അടുത്ത് കിടക്കുന്ന ഒരു പ്രോപ്പർട്ടിയാണ്. ഇപ്പോൾ എയർപോർട്ട് ബേസ് ചെയ്തിട്ടൊക്കെ അല്ലെങ്കിൽ എയർപോർട്ടിൽ വന്ന ഉടൻ തന്നെ തൊട്ടടുത്തേക്ക് വീട്ടിലേക്ക് പോകണമെന്ന് ആഗ്രഹമുള്ള രീതിയിലൊക്കെ നിറയധികം എൻക്വയറീസ് നമ്മുടെ അടുത്ത് തന്നെയൊക്കെ ചോദിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ളവർ കാണുന്നുണ്ടെങ്കിൽ വേഗം വിളിക്കാം. നല്ല വലിയ വണ്ടി വരുന്ന നല്ല പ്രൈം ലൊക്കേഷനാണ്. ഇതൊരു റെക്റ്റാങ്കിൾ ഷേപ്പാണ് കേട്ടോ. ഇതുവരെയും വഴി കൊണ്ട് വിട്ടിട്ടുണ്ടെന്നേ ഉള്ളൂ. ഈ മതിലിൻ്റെ അതിര് ഇങ്ങനെ തിരിയും. അപ്പോൾ അങ്ങനെ കറക്റ്റ് റെക്റ്റാങ്കിൾ ഷേപ്പിലാണ് നമുക്ക് ഈ പ്രോപ്പർട്ടി വരുന്നത്. ഇത് തൊട്ട് നമ്മുടെ പ്ലോട്ടാണ്. ടോട്ടലായിട്ട് 7.3 സെൻറ്റ് സ്ഥലമാണ്. നല്ല നീറ്റായിട്ട് വലിയൊരു വീട് വയ്ക്കാൻ സാധിക്കേ. ചുറ്റുവട്ടമൊക്കെ നോക്കിയേ, ഫുള്ള് വീടുകളുള്ള നല്ല പക്ക റെസിഡൻഷ്യൽ ലൊക്കേഷനാണ്. നമുക്ക് ചാക്ക ബൈപ്പാസ് ജംഗ്ഷനിൽ നിന്ന് ചാക്ക ജംഗ്ഷനിൽ നിന്ന് ഏകദേശം 1/2 കിലോമീറ്ററിനകത്തുള്ള ഡിസ്റ്റൻസേ പ്രോപ്പർട്ടിയിലേക്ക് വരുന്നുള്ളൂ. അതുപോലെ തന്നെ അപ്പോൾ എയർപോർട്ടിൽ നിന്ന് വളരെ അടുത്താണ്. ചാക്ക ജംഗ്ഷൻ കഴിഞ്ഞ് കുറച്ചൊന്ന് മുന്നോട്ട് പോയ ഇൻ്റർനാഷണൽ എയർപോർട്ടിൻ്റെ മെയിൻ ഗേറ്റായി. പിന്നെ നമുക്ക് ശംഖുമുഖം വഴി നേരെ പോയാൽ ഡൊമസ്റ്റിക്കുമായി. അപ്പോൾ ആ രീതിയിൽ എയർപോർട്ടിനോട് വളരെയേറെ അടുത്ത് കിടക്കുന്ന സ്ഥലമാണ്. അതുപോലെ തന്നെ സിറ്റിക്ക് അകത്തേക്ക് കയറാനുള്ള ശരിക്കും ബൈപ്പാസിൽ നിന്നുള്ള ഒരു എൻട്രി പോയിൻ്റാണ് ചാക്ക ജംഗ്ഷൻ കേട്ടോ. അതുകൊണ്ട് തന്നെ നമുക്ക് സിറ്റിക്കകത്തേക്ക് ഈസി ആയിട്ട് പോകാം. നമ്മുടെ ന്യൂ സിറ്റി അല്ലെങ്കിൽ ഡൗൺ ടൗൺ എന്ന പേരിൽ അറിയപ്പെടുന്ന കഴക്കൂട്ടത്തെ സൈഡിലേക്ക് നമുക്ക് ഈസി ആയിട്ട് ആക്സസിബിലിറ്റി ഉള്ള ഒരു ലൊക്കേഷനാണ്. പെട്ടെന്ന് തന്നെ ബൈപ്പാസ് പിടിച്ചു കഴിഞ്ഞാൽ ലുലു മാള്, ആ രീതിയിൽ ടെക്നോ പാർക്ക് ബേസ് ചെയ്ത് വർക്ക് ചെയ്യുന്നവർക്കായാലും എല്ലാവർക്കും സ്വന്തമാക്കാൻ പറ്റിയ ഒരു ലൊക്കേഷനാണ്. ബാക്കി ഹോസ്പിറ്റൽ ബേസ് ചെയ്ത് കിംസ്, അനന്തപുരി ഹോസ്പിറ്റൽ, അതുപോലെ SP ഫോർട്ട്, ഇതൊക്കെ ബേസ് ചെയ്ത് വർക്ക് ചെയ്യുന്ന ഡോക്ടേഴ്സൊക്കെ ആണെന്നുണ്ടെങ്കിൽ തന്നെയും സ്വന്തമാക്കാൻ പറ്റിയ ഒരു ലൊക്കേഷനാണ്. ടോട്ടലായിട്ട് 7.3 സെൻറ്റ് സ്ഥലമാണ്. ഇതിന് ആസ്കിങ് പ്രൈസ് വരുന്നത് പെർ സെൻറ്റ് 19 ലക്ഷം രൂപയാണ് പ്രൈസ് വരുന്നത് കേട്ടോ. 1 സെൻറ്റിന് 19 ലക്ഷം രൂപയാണ് പ്രൈസ് വരുന്നത്. താല്പര്യമുള്ളവർ നേരിട്ട് വിളിച്ച് ഡീലായിരിക്കും. ഇതിന് ഓൾറെഡി 2 പ്ലോട്ട് സെയിലായതാണ്. ഇതും ശരിക്കും ഒന്ന് പറഞ്ഞിരുന്നതാണ്, പക്ഷേ പുള്ളിയുടെ ബാങ്ക് ലോണും കാര്യങ്ങളും അങ്ങനെ എന്തൊക്കെയായിട്ട് അതങ്ങ് പോയി. എന്തായാലും ആ ഒരു ഓപ്പർച്യൂണിറ്റി മിസ്സാക്കാണ്ട് നിങ്ങൾ സ്വന്തമായിരിക്കും.